എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവിജിലേറ്റർ ഗ്രേഡ് 2. ഈ ഒരു എക്സാമിന്റെ സിലബസിലെ കൊമേഴ്സ് ഏരിയയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആളുകൾ ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇയർ ബാക്ക് ആയിട്ടുള്ള ആളുകളും ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടുതലും ഫ്രീ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു എക്സാമിന്റെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസിലേക്ക് വരുമ്പോൾ 4 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സിനെ കുറിച്ചാണ്. അവിടെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ലെവൽസ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, സയൻസ് ആർട്ട് ഓർ പ്രൊഫഷൻ, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ട്, മാനേജ്മെന്റ് തിങ്കേഴ്സ്, മാനേജ്മെന്റ് പ്രോസസ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇതൊക്കെ തിയറിയാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ടാണ്. അതായത് ഓരോ പീരീഡിലും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടുള്ള ചേഞ്ചസുകൾ നമ്മൾ പഠിക്കണം. അതിൽ ഓരോ പീരീഡിലും ഈ കുറച്ച് എക്സ്പേർട്ടുകൾ കുറച്ച് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പേർട്ടുകൾ ആരൊക്കെയാണ്, അവർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് തിങ്കേഴ്സ്, ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സിനെ നമ്മൾ പരിചയപ്പെടും. അതിൽ ഓരോ മാനേജ്മെന്റ് തിങ്കറും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തി. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഈ ഒരു ഏരിയ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏരിയ ആണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ ടോട്ടൽ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. പല ആളുകൾക്കും പേടിയുള്ള ഒരു ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ഏരിയ ആയിരിക്കാം അക്കൗണ്ടിങ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. അതായത് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, കോൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അവിടേക്ക് വരുമ്പോൾ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകളെ കുറിച്ചുണ്ട് പഠിക്കാനുണ്ട്, കൺവെൻഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അഥവാ ഗ്യാപ്, അത് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. നമുക്ക് ആ ഏരിയ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അവിടെ സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ്, അത് പഠിക്കാനുണ്ട്. മെത്തേഡ്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെബി. ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് അറിയുന്നതായിരിക്കാം അല്ലെ. അപ്പൊ അതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ മൂന്നാമത്തെ മൊഡ്യൂളിലും മാക്സിമം 5 മാർക്ക് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് ആണ്. ഇവിടെ എവല്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ്, ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, ന്യൂ ജനറേഷൻ ബാങ്ക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് റിഫോംസ് ഇൻ ബാങ്കിങ് സെക്ടർ. അവിടെ ഇ ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കോർ ഉണ്ട്, ECS, EFT, RTGS, NEFT, ഷിഫ്റ്റ്, മൊബൈൽ ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക്
ആ ഒരു ഏരിയ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്? അതിനുള്ള ഒരു സ്റ്റഡി പ്ലാന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം എന്ത് ചെയ്യാം? സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. സിലബസിനനുസരിച്ച് കാര്യങ്ങൾ പഠിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പില് സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പില് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാം. നാലാമത്തേല് റിവിഷൻ നടത്താം. ഇത്രയും കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഏരിയ എന്നുള്ള, അതായത് കൊമേഴ്സിലെ ഈ ഒരു ഏരിയ എന്നുള്ള ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.